ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ മീൻമുട്ട റെസിപ്പിക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നല്ലൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 1 കിലോ കൂന്തൽ നമ്മൾ അതിന് വേണ്ടി വൈകുന്നേരം കിട്ടിയതാണ്. ചെറിയ ചാത്തുമഴയൊക്കെ ഇട്ട് ഈ പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വാഷ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് കുക്കിങ്ങിന് പോകുന്നത്. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂന്തൽ, ചെമ്മീൻ, ഞണ്ട് ഇതെല്ലാം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ കൂന്തൽ ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ ചെയ്തിട്ട് പുറത്തെ തൊലിയുണ്ട്, എൻ്റെ അകത്തെ വേസ്റ്റ് ഉണ്ട്, തുറന്ന് നന്നായിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ മറ്റൊരു പാത്രത്തിൽ കിട്ടും. ഇതിൻ്റെ പുറമെയുള്ള തൊലി നന്നായിട്ട് പൊളിച്ച് കളയാം. വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. കൂന്തൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ക്ലീൻ ചെയ്യാൻ വലിയ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റിയാണ്. വേസ്റ്റ് ഇടാനൊരു പാത്രമുണ്ട്, തുറന്നിട്ട് പൊളിക്കാൻ കത്തിയുടെ ആവശ്യം കൈകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നല്ല നല്ല വെളുവിളാന്ന് വെളുത്തിരിക്കണം നല്ല കൂന്തലാട്ടോ. അപ്പോൾ ചിലർ ചോദിക്കും കൂന്തൽ വെളുത്തല്ലേ ഇരിക്കണേ, വെളുത്താണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കഴുകിയെടുക്കണം, എന്നിട്ട് വേണം ഒന്ന് പീസാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അല്പം ഉപ്പിട്ടിട്ട് അത് കഴുകിയെടുക്കാൻ പോകും. കാരണം ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ നല്ലതായിരിക്കും, കാരണം ഒട്ടും വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. കൂന്തൽ നമ്മളിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി വാരി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂന്തലിനെ റെഡിയാക്കാൻ പോവുകയാണ്. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കൂന്തലിന് ഒരു ചട്ടിയിലേക്ക് ഇടുക. കറിവേപ്പില ഇട്ടു. നമ്മൾ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം, ഏകദേശം നിരത്ത വെള്ളം അതൊക്കെ കൂന്തലിന് അത്യാവശ്യം നന്നായിട്ട് വേഗം പാതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലാണ് വയ്ക്കുന്നത്, ചട്ടിയിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി. അത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിനകത്ത് നമ്മൾ കൂന്തലായതിൻ്റെ പേരിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഫിഷ് ഐറ്റംസ് ഇടുമ്പോൾ കുറച്ച് കുടംപുളി ഇടുന്ന നല്ലതായിരിക്കും. കുറച്ച് കുടംപുളി, ഒരു 3-4 കുടംപുളി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇവിടെ ബാക്കി ഇതിനകത്തുള്ള പൊടികളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ആ സമയം കൊണ്ട് നമ്മൾ സവാള അരിഞ്ഞ്, ഇതൊന്ന് വേവണ സമയം കൊണ്ട് സവാള അരിഞ്ഞ് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തേങ്ങാക്കൊത്ത്. നമ്മുടെ കൂന്തൽ വേവായിട്ടുണ്ട്, നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. കൂന്തൽ റോസ്റ്റിൻ്റെ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കൂന്തൽ വേവിച്ച് വെച്ചു, അല്പം പുളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു. ഇത് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ചേരുവകളാണ്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, മുളക് പൊടിയുണ്ട്. ഇത് 2 ടൈപ്പ് മുളക് പൊടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്, എരിവുള്ളതും എരിവില്ലാത്തതും. പിന്നെ മല്ലിപ്പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. ഇത്രയും ചേരുവകളാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത്. അപ്പോൾ നമ്മൾ ബാക്കി സവാള അരിഞ്ഞ് വെച്ച് എല്ലാം അരിഞ്ഞ് വെച്ചത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അല്പം എണ്ണ ഒഴിക്കും. അവിടെ പാൻ ചൂടായി നമ്മൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കും. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ തന്നെ ഓൾറെഡി പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായിക്കോളും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്ന് കളർ മാറുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചെയ്യുന്ന തോന്നുള്ളി, വെളുത്തുള്ളി, സവാള എല്ലാം ഒരുമിച്ച് ചേർത്ത് വഴറ്റുക. നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില കൂടി നമ്മൾ ആദ്യം കറിവേപ്പില ചേർത്താണ് വേവിച്ചത് എങ്കിലും അല്പം കറിവേപ്പില കൂടി നമുക്ക് ഇവിടെ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കാൻ വേണ്ടി സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർക്കാം. നമ്മൾ എടുത്തത് 2 സവാളയാണ് കൊടുത്തത്. ഒത്തിരി സവാള ഇല്ല, 2 സവാള. സവാള നന്നായിട്ട് വഴന്നു, അതുപോലെ തന്നെ നമ്മളുടെ തക്കാളി ഒന്ന് വഴന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല റെഡ് കളർ, വൈറ്റ് കളർ, ഗ്രീൻ കളർ.
സവാള നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, കളറൊക്കെ കാണാൻ റെഡും ഗ്രീനും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളിനി അതിലേക്ക് നമ്മുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണം. നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഈ മഞ്ഞപ്പൊടി ഇടുന്നില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കുറച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്താണ്, നമ്മൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലെ പുളിവെള്ളം, ഇത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ പോകാം. നമുക്ക് എടുത്ത് കൂന്തൽ ചട്ടിയിൽ അതുപോലെ ഇപ്പോൾ നമ്മൾ ഇട്ടെല്ലാം ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായി വരണം. അതിനുവേണ്ടി അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെക്കേണ്ട കാര്യമില്ല, അതായത് അല്ലാതെ തന്നെ ഇളക്കി. ഇപ്പം തന്നെ നല്ല ഈ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഉപ്പിന് കൂടെ വരും. തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇളക്കി. നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മോളോടെ വന്നിരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു ലാൻഡിങ് ഏരിയ ആണത്. അപ്പോൾ ഈ രാത്രി സമയത്ത് കാറ്റൊക്കെ കൊണ്ട് നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് കൂന്തൽ റോസ്റ്റ്? ട്രൈ ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.